ഈ മനോഹരമായ ദേവാലയത്തിൻ്റെ ഏറ്റവും മുകളിൽ ഒരു കുരിശ് നാട്ടിയിരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? എന്താ? പൈശാചികമായ അധപ്പതനത്തിൽ നിന്നും ദേവാലയത്തെയും ദേശനിവാസികളെയും സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവാലയത്തിൻ്റെ മുകളിൽ കുരിശ് നാട്ടിയിരിക്കുന്നത്. പൗരസ്ത്യ ദേവാലയത്തിൻ്റെ മുഴുവൻ പ്രത്യേകത അത്. എന്തിനു വേണ്ടി? അത് പൈശാചിക ശക്തിയിൽ നിന്നും നമ്മെ രക്ഷിക്കണം. സംരക്ഷണാർത്ഥമാണ് നമ്മൾ ദേവാലയത്തിൻ്റെ മുകളിൽ എന്ത് നാട്ടിയിരിക്കുന്നത്? ആ കുരിശ് നാട്ടിയിരിക്കുന്നത്. പക്ഷേ കൊടുവിള ദേവാലയത്തിലെ അംഗങ്ങൾ വലിയ ബുദ്ധിമാന്മാരും സമർത്ഥന്മാരുമായതുകൊണ്ട് ആ കുരിശിന് മുകളിൽ നമ്മൾ എന്ത് നാട്ടിയിരിക്കുന്നു? ഇടിമിന്നെ പ്രതിരോധിക്കുന്ന കാന്തം നാട്ടിയിരിക്കുന്നു. അപ്പം നമ്മെ സംരക്ഷിക്കേണ്ടത് ദേവാലയത്തിൻ്റെ മുകളിലിരിക്കുന്ന കുരിശോ അതിനും മുകളിൽ നാം നാട്ടിയിരിക്കുന്ന ബോധപൂർവം നമ്മെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നാം നാട്ടിയിരിക്കുന്ന കാന്തമോ? യഥാർത്ഥത്തിൽ നമ്മെ സംരക്ഷിക്കേണ്ടത് ഏതാണ്? നമ്മുടെ വിശ്വാസത്തിൻ്റെ ഔന്നത്യം കുരിശിലോ അതോ കാന്തത്തിലോ? ഇതുപോലെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പല ഭാവങ്ങളുമൊക്കെ. വിശ്വാസത്തിൻ്റെ ഔന്നത്യത്തെ പറ്റി നമ്മൾ വാചാലമാകുമ്പോഴും ഏതാണ് യഥാർത്ഥ വിശ്വാസി, ആരാണ് യഥാർത്ഥ വിശ്വാസം എന്നൊക്കെ അന്വേഷിച്ച് മതജീവിതം തന്നെ ഒന്ന് മാറ്റി പരീക്ഷിക്കാം എന്ന് ചിന്തിച്ച നിമിഷങ്ങളൊക്കെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്, അല്ലേ? പ്രിസ്ബിറ്റേറിയൻ, പെന്തക്കോസ്, പ്രൊട്ടസ്റ്റന്റ്, കൾട്ടിക് വിഭാഗത്തിലേക്കൊക്കെ ഒന്ന് ചേക്കേറിയാൽ എന്താ എന്ന് ചിന്തിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വിശ്വാസത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് നടന്നെടുക്കുവാൻ, വിശ്വാസ തീഷ്ണതയോടുകൂടി നടന്നെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് ഏലിയാ ദീർഘദർശിയുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൻ്റെ അംഗങ്ങളായി നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കണം. അഹാബിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ബലിയർപ്പിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുത്ത സത്യവിശ്വാസത്തിൻ്റെ തീഷ്ണതയുള്ള വലിയ പ്രവാചകനാണ് ഏലിയാവെന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് അഗ്നി ഇറങ്ങുന്നുണ്ട് ഏലിയാവിൻ്റെ യാഗങ്ങളിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ ചിന്തിച്ചു നോക്കണം. ദൈവ സാന്നിധ്യത്തിൽ നിന്നും അകന്നാണ് ഈ മനുഷ്യൻ യാത്ര ചെയ്യുന്നത്. തുടർന്നുള്ള വേദഭാഗം. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. അതെ, യെരുശലേമിൽ നിന്നും മെരീഹോവിലേക്ക് 2473 അടി ഉയരത്തിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്നും താഴെ 846 അടി താഴ്ചയിലേക്ക് യാത്ര ചെയ്യുന്ന ഈ മനുഷ്യൻ യാത്രാമധ്യം എന്ത് സംഭവിച്ചു? കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു, മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. യാത്രാമധ്യ മനുഷ്യൻ വീണുപോയി. ഇറ്റ് ഈസ് ദ റെപ്രസെന്റേഷൻ ഓഫ് ഫോളൻ ഹ്യൂമാനിറ്റി. ഇത് വീണുപോയ മനുഷ്യന്റെ പ്രതിനിധിയാണ്. എന്റെയും നിങ്ങളുടെയും ഒക്കെ പരിച്ഛേദമാണ് പ്രിയമുള്ളവരെ. അനുദിന വിശ്വാസ ജീവിതത്തിൽ ചില വീഴ്ചകൾ നമുക്ക് സംഭവിച്ചിട്ടില്ലേ? കൗദാശിക അനുഭവത്തിൽ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടില്ലേ? മാതാപിതാക്കൻ മക്കളോടുള്ള ബന്ധത്തിൽ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടില്ലേ? അധ്യാപകൻ വിദ്യാർത്ഥി ബന്ധത്തിൽ ചില വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടില്ലേ? പ്രിയമുള്ളവരെ, വീഴ്ചകൾ സംഭവിക്കുന്നത് ദൈവ സാന്നിധ്യത്തിൽ നിന്നും അകന്നാണെന്നുള്ളത് തന്നെയാണ് യെരുശലേമിൽ നിന്നുള്ള ഈ മനുഷ്യന്റെ യാത്ര നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിൽ നിന്നും നാം അകന്നു പോകുമ്പോൾ ദൈവം ചില വീഴ്ചകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തരും. അപ്പോൾ മനസ്സിലാക്കണം, ബിലെയാം ചില വീഴ്ചകൾ സംഭവിക്കുന്നു. തൻ്റെ കഴുത പോലും സംസാരിക്കുന്നു. ആദ്യ നിമിഷങ്ങളിൽ കഴുത പോലും സംസാരിച്ചിട്ട് ബിലെയാമിന് മനസ്സിലാവുന്നില്ല. പ്രിയമുള്ളവരെ, ചില നിമിഷങ്ങളിൽ നമുക്കൊക്കെ ചില മുന്നറിയിപ്പുകളുമായി ഓരോരുത്തരൊക്കെ കടന്നു വരും, അല്ലെങ്കിൽ ചില വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പക്ഷെ മനസ്സിലാക്കുവാൻ, ഒന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കുവാനായിട്ട് നമുക്ക് അസാധ്യമാവേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ആ വഴിയായി എതിർച്ചയ ഒരു പുരോഹിതൻ വന്ന്, അതെ, ഒരു മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്യുന്നു, യാത്രാമധ്യേ വീണു പോകുന്നു. നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം ഈ മനുഷ്യന്റെ യാത്രയൊക്കെ. ആ വഴി ആദ്യം വരുന്നു, പുരോഹിതൻ വരുന്നു. അവനെ യാദൃച്ഛിക ഒരു പുരോഹിതൻ വന്നു, അവനെ കണ്ടിട്ട് മാറി കടന്നു പോയി എന്നുള്ളതാ. സാധാരണ നല്ല ശമരിയാക്കാരൻ്റെ കഥ ആര് വായിച്ചാലും വ്യാഖ്യാനിച്ചാലും പുരോഹിത വർഗത്തെ കുറ്റം പറയാനാ, അല്ലേ? തീർച്ചയായിട്ടും ആണ്. എന്നാൽ ഞാനൊരു പുരോഹിതനായതുകൊണ്ടും ഞാൻ ബഹുമാനിക്കുന്ന 2 പുരോഹിതരുടെ സാന്നിധ്യം ഇവിടെ ഉള്ളത് കൊണ്ടും ഞങ്ങളുടെ തന്നെ വർഗത്തെ അത്ര കുറ്റം പറയുന്നത് നല്ലതല്ലാത്തത് കൊണ്ടും ഈ പുരോഹിതനെ ഒന്ന് ന്യായീകരിക്കുവാനായിട്ട് ഞാൻ ശ്രമിക്കാം. ചിലരുടെയൊക്കെ മുഖത്ത് അത്ര നല്ലതല്ലല്ലോ എന്നുള്ളതൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് യഹൂദ പശ്ചാത്തലത്തിലാണ് ക്രിസ്തു ഈ ഉപമ പറഞ്ഞതാണല്ലോ. ആണോ?
ആണോ? തീർച്ചയായിട്ടും. ഈ നല്ല ശമരിയാക്കാരൻ്റെ കഥ വേറെ ഏതൊക്കെ സുവിശേഷത്തിലാണ് ഉള്ളത് അറിയാമോ? മത്തായി സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു ഉപമയില്ല കേട്ടോ. പിന്നെ വേറെ ഒരു സുവിശേഷത്തിലുമില്ല. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മാത്രമേ നല്ല ശമരിയാക്കാരൻ്റെ കഥയുള്ളൂ. അതുകൊണ്ടാണല്ലോ ലൂക്കോസിൻ്റെ സുവിശേഷത്തെ ജനകീയ സുവിശേഷം എന്ന് വിളിക്കാൻ ഒരു കാരണം. എന്താണ്? ഈ നല്ല ശമരിയാക്കാരൻ്റെ കഥ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ മനസ്സിലാക്കണം, ഈ യഹൂദ പശ്ചാത്തലത്തിലാണ് ക്രിസ്തു തൻ്റെ ഉപമകളെല്ലാം പറഞ്ഞത്. ഉപമകൾ കൂടാതെ അവനൊന്നും സംസാരിച്ചിട്ടില്ല. ഗോതമ്പ് മണിയും മീനും വലയും വഞ്ചിയും യവത്തപ്പവും ഒക്കെ അവൻ്റെ ഉപമകളിലെ കഥയാകുവാൻ, കഥാപാത്രങ്ങളാകുവാൻ കാരണം ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ക്രിസ്തു പറയുവാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തീർച്ചയായിട്ടും യഹൂദ പശ്ചാത്തലത്തിലാണല്ലോ ക്രിസ്തു ഈ ഉപമ പറഞ്ഞത്. അപ്പം അതുവഴി കടന്നു വന്ന പുരോഹിതൻ തീർച്ചയായിട്ടും യെരൂശലേം ദേവാലയത്തിലേക്ക് ഇങ്ങനെ പോകുന്ന മനുഷ്യൻ, താഴേക്ക് ഇറങ്ങുന്ന മനുഷ്യൻ. അപ്പോൾ അതുവഴി ഒരു പുരോഹിതൻ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ, താഴെ നിന്നൊരു പുരോഹിതൻ ഇങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് പുരോഹിതൻ എങ്ങോട്ടായിരിക്കണം പോയത്? ദേവാലയത്തിലേക്കായിരിക്കണമല്ലോ. തീർച്ചയായിട്ടും ഈ വഴി വേറെ സ്ഥലങ്ങളൊന്നുമില്ലല്ലോ. ഈ മല കയറി ഇങ്ങനെ പോകുന്ന എവിടേക്കാ? ദേവാലയത്തിലേക്കാ. യഹൂദ മര്യാദ പ്രകാരം ശുദ്ധ അശുദ്ധ നിയമങ്ങളൊക്കെ യഹൂദന്മാരുടെ ആരാധന അനുഷ്ഠാനങ്ങളിലുണ്ട്. ലേവ്യ പുസ്തകം നമ്മളോടത് സംസാരിക്കുന്നുമുണ്ട്. ഒരു സ്ത്രീ എങ്ങനെ ശുദ്ധി വരുത്തണം, ഒരു പുരുഷൻ എങ്ങനെയായിരിക്കണം, ഒരു പുരോഹിതൻ എങ്ങനെ ശുദ്ധി വരുത്തണം എന്നൊക്കെയുള്ള, കുഷ്ഠരോഗി എങ്ങനെ ശുദ്ധി വരുത്തണമെന്ന് മോശയ്ക്ക് കൊടുത്ത പഞ്ചഗ്രന്ഥങ്ങളിലൂടെയൊക്കെ യഹോവയായ ദൈവം ഇസ്രായേലിന് ചില നിയമങ്ങൾ കൊടുക്കുന്നുണ്ട്. ശുദ്ധ അശുദ്ധ നിയമങ്ങൾ കൊണ്ട് സമ്പന്നമാണ് യഹൂദ പശ്ചാത്തലത്തിലെ മതജീവിതം. അപ്പം അതുവഴി കടന്നു വന്ന മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു, മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ച് പോയി എന്നാണ് വായിക്കുന്നല്ലേ. അപ്പം മുറിവേറ്റ് ചോര വാർന്ന് കിടക്കുന്ന മനുഷ്യനല്ലേ? തീർച്ചയായിട്ടും ചോര വാർന്ന് കിടക്കുന്ന ഒരു മനുഷ്യനെ പുരോഹിതൻ ദേവാലയത്തിലേക്കാണല്ലോ പോകുന്ന. സമ്മതിച്ചേ? തൊടുവാനായിട്ട് സാധ്യമോ? തൊടുവാനായിട്ട് സാധ്യമോ? തൊട്ടാൽ എന്ത് പറ്റും? തൊട്ടാൽ എന്ത് പറ്റും? അശുദ്ധനാകും. ബലിയർപ്പിക്കാൻ യോഗ്യനാണോ? ചിലവരൊന്നും കൺവിൻസ് ആയില്ല ഞാൻ ഈ പറഞ്ഞത്. ഒന്നും കൂടെ പറയാം, ഒരു കഥയും കൂടെ പറയാം. യഹോവയായ ദൈവം ആഗ്രഹിച്ചു തൻ്റെ ദേവാലയം ആരെ കൊണ്ട് നിർമ്മിക്കുവാൻ? ദാവീദിനെ കൊണ്ട് നിർമ്മിക്കുവാൻ അല്ലേ? തീർച്ചയായിട്ടും യഹോവയുടെ വലിയ സ്വപ്നമായിരുന്നു, ആഗ്രഹമായിരുന്നു. തൻ്റെ ഇഷ്ടമുള്ള തൻ്റെ പ്രവാചകനായ തൻ്റെ രാജാവായ ആരെ കൊണ്ട് നിർമ്മിക്കുവാൻ? ദാവീദിനെ കൊണ്ട് ദേവാലയം നിർമ്മിക്കുവാൻ. എന്നാൽ ദാവീദിനെ കൊണ്ട് ദേവാലയ നിർമ്മാണം നടത്താതെ ദാവീദിനെ അതിൽ നിന്ന് മാറ്റി ദാവീദിൻ്റെ മകനായ ശലോമോനെ കൊണ്ട് ദേവാലയം നിർമ്മിക്കുവാൻ കാരണം ഊരിയാവിൻ്റെ ഭാര്യ ബത്ശേബയെ സ്വന്തമാക്കുവാൻ ഊരിയാവിനെ കൊല്ലിച്ചത് വഴി തൻ്റെ കൈക്ക് രക്തം പുരണ്ടത് കൊണ്ട് ദാവീദിനെ എന്ത് മാറ്റി? ദേവാലയ നിർമ്മിതിയിൽ നിന്നും മാറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ? തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് വീണുപോയ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുവാൻ തീർച്ചയായും ഞങ്ങൾ പുരോഹിതർ ഉപദേശിക്കുവാൻ സമർത്ഥരായതുകൊണ്ട് തീർച്ചയായിട്ടും ഉപദേശമൊക്കെ കൊടുത്തു. ദേവാലയത്തിലേക്ക് പുരോഹിതൻ പോയി, പക്ഷെ ദൈവസാന്നിധ്യത്തിലേക്ക് പോയില്ല എന്ന് തന്നെ നാം മനസ്സിലാക്കണം. കാരണം എന്താ? പൗരോഹിത്യ ധർമ്മം വീണുപോയ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുക എന്ന് തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ പുരോഹിതന്മാരാകട്ടോ. ഫ്രണ്ടിലിരിക്കുന്ന നല്ല കസവിൻ്റെ മുണ്ടൊക്കെ കൊടുത്ത് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന അച്ചായനൊന്ന് ഞെട്ടി. എന്താണെന്നറിയാമോ? എനിക്ക് മനസ്സിലായി അച്ചായൻ്റെ മനസ്സിലൂടെ വന്ന ചിന്ത എന്താണെന്നുള്ളത്. എന്നിട്ട് എൻ്റെ അച്ചായ എവിടെ കറുത്തുകുപ്പായും തൊപ്പിയെന്നൊക്കെ ഉള്ളതാണ് മനസ്സിലൂടെ പോയത്. നിങ്ങളെല്ലാവരും പുരോഹിതരാണെന്ന് പറഞ്ഞത് ആരാ? പത്രോശ്ലീഹ അല്ലേ? രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശമെന്ന് പരിശുദ്ധമായ മാമോദീസായിലൂടെ കൗദാശിക അനുഭവം പിന്നിടുന്ന നിങ്ങൾ പുരോഹിത വർഗമാണെന്ന് പറഞ്ഞത് ആരാ? പത്രോശ്ലീഹയാ. അതുകൊണ്ട് ക്രൈസ്തവരായ നമുക്ക് ഈ പൗരോഹിത്യത്തിൻ്റെ മര്യാദകൾ ഏറ്റെടുക്കണം. പൊതു പൗരോഹിത്യത്തിൻ്റെ ഉടമകളാണ് ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ വൈദികരും നിങ്ങളെല്ലാവരും. എന്നാൽ ഞങ്ങൾ 3 പേരെ ദൈവത്തിൻ്റെ കൃപയാൽ പൊതു പൗരോഹിത്യത്തിൽ നിന്നും പ്രത്യേക പൗരോഹിത്യത്തിലേക്ക്
വിളിച്ചടിപ്പിച്ചു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എന്താ? പുരോഹിതരാണ്, ക്രൈസ്തവർ. സത്യക്രിസ്ത്യാനികളെന്നായിരുന്നു നമ്മുടെ പൂർവിക പിതാക്കന്മാരെ അക്രൈസ്തവരായ ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് തന്നെ നമ്മളെ വിളിക്കുന്നുണ്ട് മറ്റുള്ളവർ. ദൃശ്യശ്രവ്യ മാധ്യമങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട്, ലൈവ് ആയതുകൊണ്ട്, ഇന്ന് അടുത്ത നാളുകളിലെ പത്രമൊക്കെ നമ്മളെ വിളിക്കുന്ന പേരൊക്കെ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം എന്താണെന്നുള്ളത്. ക്രിസ്ത്യാനി ക്രിസ്തുവാകുവാൻ വേണ്ടി തന്നെയാണ് നമ്മുടെ വിളി. ക്രിസ്തു ബോധപൂർവം പറയുന്നുണ്ട്, അഭ്യാസം തികഞ്ഞവൻ ഗുരുവിനേക്കാൾ മുകളിലല്ല, ഗുരുവിനേക്കാൾ താഴെയല്ല, ഗുരുവിനോടൊപ്പമാണ്. മറ്റൊരു ക്രിസ്തുവാകുവാൻ തന്നെയാണ് നമ്മുടെയൊക്കെ വിളി. അതുകൊണ്ട് തീർച്ചയായും പ്രിയമുള്ളവരെ, ഈ പുരോഹിതൻ ഇതുവഴി വന്നു, അവനെ കണ്ട് എന്ത് ചെയ്തു? മാറി കടന്നുപോയി എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. വീണുപോയ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് പുരോഹിതന് സാധിച്ചില്ല. അതിനുശേഷം അതുവഴി കടന്നു വരുന്ന ആരാ? അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തെത്തി. അവനെ കണ്ട് മാറിക്കടന്നുപോയി എന്നുള്ളതാ. ലേവ്യൻ സന്നിധി സംഘത്തിലെ അംഗമാണ്, 72 സന്നിധി സംഘത്തിലെ അംഗമാണ്. ദേവാലയ നിയമങ്ങളും ദേശ നിയമങ്ങളും നടപ്പിലാക്കുന്ന മനുഷ്യനാണ് ആര്? ലേവ്യൻ. തീർച്ചയായും വീണുപോയ മനുഷ്യനെ കണ്ടപ്പോൾ, ചോരവാർന്ന് കിടക്കുന്ന ഈ മനുഷ്യനെ കണ്ടപ്പോൾ ലേവ്യൻ ചില നിയമങ്ങളൊക്കെ ഉപദേശിച്ച് കാണും. പക്ഷെ എഴുന്നേൽപ്പിക്കുവാനായി സാധിച്ചോ? ഇല്ല എന്നുള്ളതാണ്. അതിനുശേഷം ഒരു ശമര്യക്കാരനോ വഴിപോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും. അതെ, മൂന്നാമത് ഈ കഥയിലൂടെ കടന്നു വരുന്നത് ആരാ? ഈ വഴി കടന്നു വരുന്ന ആരാ? നല്ല ശമര്യക്കാരൻ എന്നുള്ളതാ. നല്ല ശമര്യക്കാരൻ ആരാ? യഥാർത്ഥത്തിൽ ആരാ? പുറജാതിക്കാരനാണോ? തീർച്ചയായും ഒരു കാര്യം മനസ്സിലാക്കണം, ഈ വീണുപോയ മനുഷ്യൻ ഒരു പുറജാതിക്കാരനാണോ ഒരു സ്വജാതിയനാണോ? നാം എന്താ മനസ്സിലാക്കിയത്? എന്താ ആ മനുഷ്യൻ്റെ യാത്രയൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ മനുഷ്യൻ യെറുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ, യെറുശലേമിലേക്ക് ആരെ കടന്നു വരുത്തുള്ളൂ? യഹൂദനെ കടന്നു വരുത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും യെറുശലേമിൽ നിന്നുള്ള യാത്രയാണ് ഈ വീണുപോയ മനുഷ്യൻ നടത്തിയത്. കൊണ്ട് ഈ വീണുപോയ മനുഷ്യൻ ആരാ? ഒരു സ്വജാതിയനാ. ഇതുവഴി കടന്നു വരുന്ന ശമര്യക്കാരനോ പുറജാതിക്കാരനല്ലേ? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അവന്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനം കൈക്കൊള്ളുവാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു എന്നുള്ളതാ. എന്താ ഈ കഥ എന്നുള്ളത് നമുക്കറിയാം. മർത്തമറി സമാജത്തിൻ്റെ ഈ വർഷത്തെ പരീക്ഷ എഴുതിയവർ ചോദിച്ച ഒരു ചോദ്യമായതല്ലേ? ആണോ? തീർച്ചയായിട്ടും ആണ്. ഈ വേദഭാഗം എന്താ? അതിൻ്റെ അർത്ഥം എന്താ? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം പറയുന്നു, യാക്കോബ് അവകാശമായി കൊടുത്ത സൂക്കോത്ത് കിണറിൻ്റെ തീരത്ത് ശമരിയാസ്ത്രീ നിൽക്കുന്നു. ശമരിയാസ്ത്രീയും ക്രിസ്തുവും തൻ്റെ ശിഷ്യന്മാരും ഒക്കെ ചേർന്ന് നിൽക്കുമ്പോൾ ക്രിസ്തുവും ശമരിയാസ്ത്രീയും തമ്മിലുള്ള സംഭാഷണങ്ങളെയാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അയവിറക്കുവാനായി ശ്രദ്ധിക്കുന്നത് അല്ലേ? അങ്ങനെ തൻ്റെ ശിഷ്യന്മാരും ക്രിസ്തുവും ഇങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ, ശമരിയാസ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കണം, അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനം കൈക്കൊള്ളുവാൻ പുറത്തെ പട്ടണത്തിലേക്ക് പോയി എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത് അല്ലേ? ആണോ? ആണല്ലോ. എന്താ അതിൻ്റെ അർത്ഥം? എന്താ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അല്പം കൂടെ ഒന്ന് മനസ്സിലാക്കുവാൻ, കൊടുവിള ദേവാലയത്തിലേക്ക് ഇന്ന് അവിചാരിതമായിട്ടാണെങ്കിലും ഒരു പ്രബോധന ശുശ്രൂഷയ്ക്ക് ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. ഈ 1 മണിക്കൂറിലധികം ഇവിടെ നിന്നിങ്ങനെ വചനം പ്രഘോഷിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം, നിങ്ങളുടെ വികാരി അച്ഛൻ ഈ പ്രബോധന ശുശ്രൂഷയ്ക്ക് ശേഷം പള്ളിമേടയിൽ മനോഹരമായ ഒരു ഭക്ഷണം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് എന്നുള്ള വലിയ ഒരു സ്വപ്നമാണ് എന്നെ ഇവിടെ ഇങ്ങനെ നിർത്തുവാനായി പ്രേരിപ്പിക്കുന്നല്ലേ. അപ്പം നിങ്ങളിങ്ങനെ മനോഹരമായ ഭക്ഷണം എനിക്ക് വേണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തു. പക്ഷേ ഈ പ്രബോധന ശുശ്രൂഷയ്ക്ക് ശേഷം കൊടുവിള ദേവാലയത്തിൻ്റെ ഭക്ഷണം എനിക്ക് വേണ്ട, ശാസ്താംകോട്ട ഹോറേബ് ദേവാലയത്തിലേക്ക്
ഞാൻ പോയി എനിക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചോളാം എന്ന് പറഞ്ഞു പോയാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ ക്രിസ്തു എവിടെ നിൽക്കുന്നത്? ശമരിയ പട്ടണത്തിനാണോ? ആണല്ലോ, തീർച്ചയായിട്ടും ആണോ. അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനം കൈക്കൊള്ളുവാൻ പുറത്തെ പട്ടണത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താ? വിജാതീയരുടെ ഭക്ഷണങ്ങൾ കഴിക്കുവാൻ യഹൂദന് സാധ്യമല്ല. എന്നാൽ ക്രിസ്തുവിന് അങ്ങനൊന്നുമില്ല കേട്ടോ. നിറകിണറിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ ശമരിയ സ്ത്രീയോട് വെള്ളം ചോദിക്കുന്ന ക്രിസ്തുവിനെ നമ്മളിവിടെ കാണുന്നത്. എന്നാൽ അപ്പോസ്തോലിക സമൂഹത്തിന് പോലും ഉച്ചനീചത്വമുണ്ട് എന്നുള്ളതാ വരികൾക്കിടയിലൂടെ നാം വായിച്ചെടുക്കേണ്ടത്. ഭക്ഷണ സാധനം കൈക്കൊള്ളുവാൻ പുറത്തെ പട്ടണത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെയാണ് പ്രിയമുള്ളവരെ. ഉച്ചനീചത്വമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അത് വായിച്ചെടുക്കേണ്ടത്. നമ്മുടെ വേദഭാഗം അതൊന്നുമല്ല. ഇവിടെ ശമരിയക്കാരനാണ് കടന്നു വരുന്നത് അല്ലേ? ശമരിയക്കാരനാരാ? ശമരിയക്കാരനാരാ? പുറജാതിക്കാരനോ? ശമരിയക്കാരൻ കടന്നു വരുന്നു. അവൻ ചെയ്യുന്ന പ്രവർത്തികൾ എന്തൊക്കെയാണ്? മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തപരമായി ശമരിയക്കാരൻ്റെ കാഴ്ചകളുടെ ഭാവം എന്താ? മനസ്സലിഞ്ഞു എന്നുള്ളതല്ലേ? സാമൂഹ്യ പ്രതിബദ്ധതയുടെ വലിയ പാഠങ്ങളാണ് ശമരിയക്കാരൻ ഇവിടെ അവതരിപ്പിക്കുവാനായി ശ്രമിക്കുന്നത്. അപ്പോൾ ഒന്നാമത്, വീണുപോയ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുവാൻ ശമരിയക്കാരൻ ചെയ്ത പ്രവർത്തനങ്ങളെയാണ് ഇനി നമ്മളൊന്ന് വായിച്ചെടുക്കുവാൻ ശ്രമിക്കുന്നത്. ഇനിയുമാണ് ഈ കഥയിലെ വലിയ അത്ഭുതങ്ങൾ നാം കാണേണ്ടത്. ഒന്നാമത് ചെയ്ത പ്രവൃത്തി എന്താ? അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന്. അതെ, എണ്ണയും വീഞ്ഞും പകർന്നു എന്നുള്ള ഒന്നാമതല്ലേ? ആണോ? തീർച്ചയായിട്ടും എണ്ണ പകർന്നു എന്നുള്ളതാ. എണ്ണ പകരുന്ന കൂദാശ ഏതാ? പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായ എണ്ണ പകരുന്ന കൂദാശ ഏതാ? ഏതാ? റീറീഡിങ് ദ പാരബിൾ ഓഫ് ഗുഡ് സമരിയാറ്റാനിനെ സാക്രമെൻ്റൽ അപ്രോച്ച് എന്നുള്ള ഇനി നമ്മൾ വായിക്കുവാനായിട്ടും വായിച്ചെടുക്കുവാനായിട്ടും തുടങ്ങുന്നത്. അപ്പം വീണുപോയ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുവാൻ കൗദാശിക അനുഭവങ്ങളിലേക്കാണ് ഈ മനുഷ്യനെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത്. എണ്ണ പകരുന്ന കൂദാശ ഏതാ? പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായ എണ്ണ പകരുന്ന കൂദാശ ഏതാ? പരിശുദ്ധമായ മാമോദീസയുടെ മൂറോനഭിഷേകമാണോ? അപ്പോൾ നാം മനസ്സിലാക്കണം എന്താ ഒന്നാമത് വീണുപോയ മനുഷ്യൻ എഴുന്നേൽപ്പിക്കുവാൻ ചെയ്ത പ്രവൃത്തി? പരിശുദ്ധ മാമോദീസയുടെ അനുഭവം കൊടുത്താണോ? തീർച്ചയായിട്ടും. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചേ. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 12-ാം വാക്യം. നമുക്കറിയാവുന്ന വേദഭാഗമായി എടുക്കാൻ താമസം വരരുത്. കാരണം എന്താ? 2 രാജാക്കന്മാർ 4 വരെ നമ്മുടെ ഈ ദേവാലയത്തിൻ്റെ കാവൽപിതാവായ ഏലിയാ ദീർഘദർശിയെ പറ്റി പറഞ്ഞിട്ട് അങ്ങോട്ട് കയറുകയല്ലേ. 2 രാജാക്കന്മാർ 5-ാം അധ്യായം 12-ാം വാക്യം. ദമ്മേശെക്കിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേലിലെ മറ്റു നദികളെക്കാളും ശ്രേഷ്ഠമല്ലോ, എനിക്ക് അവിടെ മുങ്ങി നിവർന്ന് ശുദ്ധമായാൽ പോരെ എന്നുള്ളതാ. ആരാം രാജാവിൻ്റെ സേനാധിപതിയായ നയമാന് കുഷ്ഠരോഗം ബാധിക്കുമ്പോൾ വേലക്കാരി പെണ്ണിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് ആരാം രാജാവിൻ്റെ സേനാധിപതിയായ നയമാൻ എലിശ പ്രവാചകന്റെ അടുക്കലേക്ക് വരികയാണ്. അപ്പോൾ എലിശ പ്രവാചകൻ പറയുന്നു, നിന്റെ കുഷ്ഠം മാറാൻ നീ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? യോർദാനിൽ ചെന്നിട്ട് എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം മുങ്ങി നിവരുവാനായി പറയുമ്പോൾ നയമാൻ പറയുന്ന മറുപടിയാണ് ഇപ്പോൾ വായിച്ചു കേട്ട വേദഭാഗം അല്ലേ? എന്താ പറയുന്നത്? ദമ്മേശെക്കിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേലിലെ മറ്റു നദികളെക്കാൾ ശ്രേഷ്ഠമല്ലോ, എനിക്ക് അവിടെ മുങ്ങി നിവർന്ന് ശുദ്ധമായാൽ പോരെ എന്നുള്ളതാ. അപ്പോൾ എലിശ പറയുന്നത് എന്താ? അല്ല, ഇവിടെ തന്നെ മുങ്ങി നിവരണം കുഷ്ഠം മാറാൻ. ഇവിടെ തന്നെ മുങ്ങി നിവരണം, യോർദാനിൽ തന്നെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ മാമോദീസ എന്ന വലിയ കൂദാശകളിലൂടെ സഭയുടെ പ്രവേശന കവാടം പിന്നിടുന്ന നാം ചിന്തിക്കണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എലീശ പ്രവാചകൻ പറഞ്ഞ ഈ വാചകങ്ങൾ ഓർക്കണം. അബാനും പർപ്പരും ഒന്നും പോയി മുങ്ങിപ്പൊങ്ങിയാ പോരാ. കണ്ട തോട്ടിലോ കണ്ട കുഴിയിലോ കണ്ട നദികളിലോ കണ്ട ആറ്റിയിലോ ഒക്കെ പോയി മുങ്ങിപ്പൊങ്ങി ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ ദൈവദാസനായി, ഞാനിപ്പോൾ വിശ്വാസത്തിലായി എന്ന് പറഞ്ഞാലൊന്നും ഒരു സാധ്യതയുമില്ല. പ്രിയമുള്ളവരെ, മലങ്കരയുടെ ആത്മീക യോർദാനായ
ഈ കാണുന്ന മാമോദീസ തൊട്ടിയിൽ തന്നെ മുങ്ങി വരണം. രക്ഷയുടെ അനുഭവം വരണമെങ്കിൽ നോ സാൽവേഷൻ വിത്തൗട്ട് ചർച്ച് എന്നുള്ളതാ. അതുകൊണ്ട് ചില ഇന്നിൻ്റെ കാലഘട്ടത്തിലെ വലിയ ചരിത്രങ്ങളോ വേദശാസ്ത്രപരമായ പിൻബലങ്ങളോ ഉള്ള കൾട്ടിക് വിഭാഗങ്ങൾ, കരിസ്മാറ്റിക് വിഭാഗങ്ങളിലേക്കൊക്കെ നമ്മുടെ ആളുകൾ ചേക്കേറി ഞാനിപ്പോൾ വിശ്വാസത്തിലാണ്, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് കണ്ട കുഴിയിലോ കണ്ട ആറ്റിലോ കണ്ട നദിയിലോ ഒന്നും പോയി മുങ്ങിപ്പൊങ്ങി രക്ഷിക്കപ്പെട്ടു, ഞാൻ ദൈവദാസനാണ്, ഞാൻ വിശ്വാസത്തിലായി എന്ന് പറഞ്ഞാൽ ഒരു സാധ്യതയുമില്ല രക്ഷയുടേത്. അത് പരിശുദ്ധ സഭയുടെ കൗദാശിക അനുഭവമായ, സഭയുടെ ആത്മീക യോർദാനായ, സഭയുടെ പ്രവേശന കവാടമായ ഈ കാണുന്ന മാമോദീസ തൊട്ടിയിൽ തന്നെ, മലങ്കരയുടെ ആത്മീക യോർദാനായ ഈ മാമോദീസ തൊട്ടിയിൽ തന്നെ മുങ്ങി നിവരണം. പ്രിയമുള്ളവരെ, അത് കൗദാശിക അനുഭവങ്ങളിൽ മാമോദീസ എന്ന കുദാശയുടെ വലിയ അർത്ഥതലങ്ങളെ പറ്റിയാണ് ഇവിടെ നല്ല സമരിയക്കാരൻ വീണുപോയ മനുഷ്യന് കൊടുക്കുന്നത്. കാരണം എന്താ? വിശ്വാസത്തിന്റെ ഔന്നത്യഭാവമായ ദേവാലയത്തിൽ നിന്നും അകന്നു മാറുമ്പോൾ, കൗദാശിക അനുഭവത്തിൽ നിന്ന് അകന്നു മാറുമ്പോൾ, ആചാര നൽവരത്തിൽ നിന്ന് സ്വായത്തമാക്കുന്ന ദൈവീക അനുഭവങ്ങളിൽ നിന്ന് അകന്നു മാറുമ്പോൾ ആ മനുഷ്യനെ കൊണ്ടുവരേണ്ടത് പരിശുദ്ധ സഭയുടെ പ്രവേശന കവാടമായ പരിശുദ്ധ മാമോദീസ തൊട്ടിയിലേക്കാണ്. വീണുപോയ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുവാൻ നല്ല സമരിയക്കാരൻ ചെയ്യുന്ന ഒന്നാം പ്രവൃത്തി പരിശുദ്ധമായ മാമോദീസയുടെ അനുഭവം കൊടുത്തു എന്നുള്ളതാ. രണ്ടാമത് ഒന്ന് വായിച്ചേ. അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി. അല്ല, അതിനു മുമ്പേ എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി. അപ്പോൾ ഒന്നാമത് എണ്ണ പകരുന്നുവെങ്കിൽ രണ്ടാമത് മുറിവുകളെ കെട്ടുന്നു എന്നുള്ളത് അല്ലേ? ആണല്ലോ. നല്ല സമരിയക്കാരൻ വീണുപോയ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുവാൻ ചെയ്യുന്ന രണ്ടാം പ്രവൃത്തി എന്താ? മുറിവുകളെ കെട്ടി എന്നുള്ളതാ. കഴിഞ്ഞകാല ജീവിതത്തിൽ ആത്മശരീര മനസ്സുകൾക്ക് സംഭവിച്ചിരിക്കുന്ന പാപഭംഗിലമായ അനുഭവങ്ങളെ ഏറ്റുപറഞ്ഞ് മുറിവുകളെ കെട്ടുന്ന കൗദാശിക അനുഭവങ്ങൾ എന്താ? വിശുദ്ധമായ കുംഭസാരം അല്ലേ? കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങളെപ്പറ്റി കുംഭസാര പീഠത്തിൻ്റെ മുമ്പിൽ നിന്ന്, പുരോഹിതന് മുമ്പിൽ നിന്നുകൊണ്ട് ഏറ്റുപറയുന്ന കൗദാശിക അനുഭവങ്ങളാണ് ഏത്? പരിശുദ്ധമായ കുംഭസാരം. ഇന്ന് കുംഭസാരം എന്നൊക്കെ പറയുമ്പോൾ പല ആളുകളുടെയും മുഖത്ത് ഒരു പുച്ഛഭാവമൊക്കെ ഉണ്ട്. നിങ്ങൾ മാസ്ക് ഒന്ന് മാറ്റുകയാണെങ്കിൽ നന്നായിരുന്നു. നാം ഇന്ന് അകത്തിരിക്കുകയാണല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്നുള്ള നിങ്ങളുടെ മുഖഭാവം നോക്കിയാണ് മനസ്സിലാക്കേണ്ടത്. ഈ മാസ്ക് വെച്ച് മുഖം മറച്ചത് കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണെന്നുള്ളത്. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നുള്ള വിചാരത്തിൽ ബഹുമാനപ്പെട്ട സാംജി അച്ഛൻ എനിക്ക് 1 മണിക്കൂറാണ് തന്നത്. അതുകൊണ്ട് നിങ്ങളൊക്കെ നല്ല ശ്രദ്ധയിൽ ഇരിക്കുവാണെന്ന് വിചാരിച്ച് ഞാൻ ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ചിലപ്പം പ്രസംഗിച്ചെന്നിരിക്കും. അതുകൊണ്ട് മാസ്ക് മാറ്റുകയാണെങ്കിൽ നിങ്ങളുടെ മുഖഭാവം വെച്ച് എനിക്ക് മനസ്സിലാവും, അച്ഛാ നിർത്ത് എന്ന് നിങ്ങളുടെ മുഖഭാവങ്ങൾ പറയുന്ന അത് ഞാൻ മനസ്സിലാക്കി അന്നേരം നിർത്തിയേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും മാസ്ക് ഒക്കെ ഒന്ന് മാറ്റി ഒന്നിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. കൊറോണയൊന്നും വരത്തില്ലെന്നേ, അല്ലെങ്കിൽ കൊറോണയൊക്കെ വരട്ടെ, അതിനെ സഹിക്കാൻ നമുക്ക് ശക്തി ഉണ്ടെന്നുള്ള വലിയ പിൻബലം നമുക്കുണ്ടാവണം. തീർച്ചയായിട്ടും കുംഭസാരത്തിൻ്റെ അനുഭവങ്ങളെപ്പറ്റി പറയുമ്പോൾ പലർക്കും പുച്ഛമാണ്. 8 മണിക്ക് നമ്മുടെ വാർത്താവിനിമയ ചാനലിൽ വന്ന് രാഷ്ട്രീയ നിരീക്ഷകരെന്നും പണ്ഡിത ശിരോമണികൾ എന്നും പറയുന്ന ചില ആളുകൾ ചിന്തിക്കുകയാണ്, എന്താ കുംഭസാരം വേണോ വേണ്ടയോ? ബുദ്ധിമാന്മാർ, പണ്ഡിത ശിരോമണികൾ എന്ന് പറയുന്ന മണ്ടന്മാർ 8 മണിക്ക് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ വാർത്താവിനിമയ ചാനലുകളിൽ വന്നാണ് ചോദിക്കുന്നത്, കുംഭസാരം വേണോ വേണ്ടയോ? ഇതിനെപ്പറ്റി കൂലങ്കർഷമായ ചർച്ചയാണ്. പ്രിയമുള്ളവരെ, എന്താണ് കുംഭസാരം എന്ന് ചോദിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം കുംഭസാരം എന്താണെന്ന്. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ നമുക്ക് വൈയക്തിപരമായ അനുഭവങ്ങളോടുകൂടി നോക്കിക്കാണുന്ന കുംഭസാരം എന്ന കൗദാശിക അനുഭവങ്ങളുടെ വലിയ അർത്ഥതലങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കണമെങ്കിൽ പഴയ നിയമ പശ്ചാത്തലത്തിൽ ഉൽപ്പത്തിയുടെ താളുകളിൽ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആ മനുഷ്യനെ ചതിയനെന്നും വഞ്ചകനെന്നും സ്വാർത്ഥനെന്നും ഒക്കെയാണ് വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ മനുഷ്യന്റെ പേരെന്താ? യാക്കോബ്. യാക്കോബിനോട്
തൻ്റെ അപ്പനായ ആര് ചോദിക്കുന്നു? ഇസഹാക്ക് ചോദിക്കുന്നു, ആരാണ് മകനെ എന്ന്. ഇസഹാക്കിന് വാർദ്ധക്യം കൊണ്ട് തൻ്റെ കണ്ണുകൾക്ക് അന്ധത ബാധിക്കുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്നു, ആരാണ് മകനെ നീ എന്ന് ചോദിക്കുമ്പോൾ യാക്കോബ് പറയുന്നു, എന്ത് പറയുന്നു? ഞാൻ നിന്റെ മകൻ യേശാവെന്ന് കള്ളം പറഞ്ഞ് വഞ്ചിച്ച് അനുഗ്രഹം മേടിക്കുന്നു. കാലം കഴിഞ്ഞു. ലാബാന്റെ ഭവനത്തിൽ നിന്നും തൻ്റെ ഭാര്യമാരുമായി ആടുമാടുകളുമായി തിരിച്ചു വരുന്ന യാക്കോബിനെ നമുക്ക് കാണാം. എവിടെ? യാബോക്കിന്റെ തീരം കടന്നിരിക്കുന്ന യാക്കോബിനോട് പണ്ട് 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 തൻ്റെ അപ്പൻ ചോദിച്ച അതേ ചോദ്യം ഇപ്പോൾ യാബോക്കിന്റെ തീരം കടന്നിരിക്കുന്ന യാക്കോബിനോട് ദൈവം ചോദിക്കുന്നു, ആരാണ് മകനെ നീ എന്ന് ചോദിക്കുമ്പോൾ യാക്കോബ് എന്ത് പറയുന്നു? യാക്കോബ് പറയുന്നു, ഞാൻ യാക്കോബ് എന്ന് സത്യം വിളിച്ചു പറയുന്നു. ഇതാണ് കുംഭസാരം. ഈ ലോക ജീവിതത്തിനായിരിക്കുമ്പോൾ സഹജീവികളോട് സഹജീവിതങ്ങളോട് ചില തെറ്റുകുറ്റങ്ങൾ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞകാല ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ദൈവസന്നിധിയിൽ ദൈവ സാന്നിധ്യത്തിൽ ദൈവം ചോദിക്കുമ്പോൾ അനുതാപത്തോടുകൂടി അനുരഞ്ജനത്തോടുകൂടി യഥാർത്ഥപരമായ പശ്ചാത്താപത്തോടുകൂടി സത്യം വിളിച്ചു പറയുന്നതാണ് എന്ത്? കുംഭസാരം. അതുകൊണ്ട് യാബോക്കിന്റെ തീരം കടന്നിരിക്കുന്ന യാക്കോബ് സത്യം വിളിച്ചു പറയുമ്പോൾ യാക്കോബ് പിന്നീട് എന്തായി? ഇസ്രായേൽ ആയി എന്നുള്ളത് ചരിത്രത്തിലെ വലിയ വസ്തുത. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതാണ് കുംഭസാരം. ഇതാണ് യഥാർത്ഥപരമായ അനുതാപം. ഇതാണ് യഥാർത്ഥപരമായ ഏറ്റുപറച്ചിലെന്ന് നിങ്ങളുടെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. MD വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ അതുല്യകൃതിയായ വാരാണസിയിൽ കോറിയിടുന്നുണ്ട്, നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളിൽ ഒരു കുംഭസാരക്കൂടുണ്ടായിരുന്നെങ്കിൽ എന്തു നന്നായിരുന്നു. ഒന്നേറ്റു പറഞ്ഞാൽ പൊറുക്കാവുന്ന പാപങ്ങളൊക്കെ നമുക്കുള്ളൂ എന്ന്. നമുക്ക് കൗതാശികപരമായ അനുഭവങ്ങൾക്കും കുംഭസാരങ്ങൾക്ക് ഇടവും സന്ദർഭവും സാങ്കത്യത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങളിലൂടെ പരിശുദ്ധ സഭ നമ്മെ മാടി വിളിക്കുന്നു. യഥാർത്ഥപരമായ അനുതാപത്തോടുകൂടിയും കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പാപങ്ങളെ അയവിറക്കുവാനായിട്ട് നമുക്ക് സാധ്യമാവുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം പ്രിയമുള്ളവരെയും. ഒന്നാമത്, വീണുപോയ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുവാൻ നല്ല സമരിയാക്കാരിൽ. മൂന്നാമത് ഒന്ന് വായിച്ചേ. അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു എന്നുള്ളതല്ലേ? ആണോ? തീർച്ചയായിട്ടും ആണ്. വഴിയമ്പലം എന്താ? വഴിയമ്പലം എന്താ? സത്രമാ? ആണോ? തീർച്ചയായിട്ടും ആണല്ലേ? തീർച്ചയായിട്ടുമാണ്. വഴിയമ്പലം സത്രമാണ്. സത്രം കൂട്ടായ്മയുടെ ഇടമാണോ? ആണോ? ആണോ? തീർച്ചയായിട്ടും ആണ്. കൂട്ടായ്മയിൽ നിന്നാണോ സഭ വളരുന്നത്? അപ്പോസ്തല പ്രവൃത്തി 1, 2, 3 ഒന്ന് ചേർത്ത് വെച്ച് വായിച്ചു നോക്കിക്കേ. സഭ, ആദിമസഭയുടെ പ്രത്യേകത എന്താ? അവർ അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിച്ചു, എല്ലാം പൊതുവകയിൽ നിണ്ണി അവർക്കുള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ട് വെച്ചു എന്നുള്ളതാ. അപ്പോൾ കൂട്ടായ്മയുടെ ഇടത്തിൽ നിന്നാണ് എന്ത് വളരുന്നത്? സഭ വളരുന്നത്. സഭയുടെ ആദ്യഭാവമാണോ? അപ്പോസ്തല പ്രവർത്തികളുടെ ആദ്യ അധ്യായങ്ങളൊക്കെ വായിക്കുന്നുണ്ട്. അതിനുശേഷമാണ് എബ്രായക്കാർ ഗ്രീക്കുകാരോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഗേരോസ്, നീക്കാനോസ്, തീമോൻ, പർമേനോസ്, യഹൂദ മത അനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലവാസിനൊക്കെ തിരഞ്ഞെടുക്കുന്ന അതിന് ശേഷമുള്ള സഭയുടെ വികസിത ഭാവങ്ങളിലേക്ക് വരുമ്പോഴാണോ? തീർച്ചയായിട്ടുമാണ്. അപ്പൊ ചിന്തിച്ചു നോക്കണം, സഭയുടെ ആദ്യ ഭാവമാണ് കൂട്ടായ്മയുടെ ഇടം. അപ്പൊ സഭയുടെ പ്രവേശന കവാടമായ മാമോദീസയിലൂടെ ഈ മനുഷ്യന് കഴിഞ്ഞകാല ജീവിതത്തിൽ ദേവാലയത്തിൽ നകന്ന് ചില വീഴ്ചകൾ സംഭവിച്ച പാപങ്ങളെ പറ്റി അയവിറക്കുന്ന കുംഭസാരത്തിൻ്റെ അനുഭവത്തിന് ശേഷം സ്വാഭാവികമായി കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? എവിടെ കൊണ്ടുപോയി? എവിടെ കൊണ്ടുപോയി? സഭയിലേക്ക് കൊണ്ടുപോയി എന്ന് തന്നെയല്ലേ നാം മനസ്സിലാക്കേണ്ടത്. സഭയുടെ അനുഭവങ്ങളാണ് ഈ മനുഷ്യന് പറഞ്ഞു കൊടുത്തത്. നമ്മുടെ പൂർവികരായ പിതാക്കന്മാർ സഭയുടെ അനുഭവങ്ങൾ അനന്തര തലമുറകളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ പ്രതിജ്ഞാബദ്ധരായ മാതാപിതാക്കന്മാരുടെ ചരിത്രം മലങ്കര സഭയ്ക്കുണ്ട്. 1950കളുടെ പശ്ചാത്തലം. ഇന്ന് ദേവലോകത്ത് കാണുന്ന മനോഹരമായ ദേവാലയത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ
പരിശുദ്ധനായ കല്ലാശ്ശേരി ബാബ പണം സ്വരൂപിച്ചത് എങ്ങനെയെന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കണം. 1950കളുടെ പശ്ചാത്തലം, ഇല്ലായ്മകളും അല്ലലുകളുമുള്ള കാലഘട്ടം. അരയൂരി അരിവെച്ച് 8ഉം 10ഉം മക്കളുടെയൊക്കെ വയറ് നിറയ്ക്കുവാൻ വേണ്ടി തത്രപ്പെട്ട് ഓടി നടന്ന നമ്മളുടെയൊക്കെ വല്യമ്മച്ചിമാർ ഉപജീവനത്തിന് വേണ്ടി അരി അളക്കുമ്പോൾ അതിലൊരു പിടി മാറ്റിവെച്ച് ആ പിടിയരി സ്വരൂപിച്ചിട്ടാണ് മലങ്കര സഭയുടെ 3ാം കാതോലിക്കായ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ എന്ന കല്ലാശ്ശേരി ബാബ, കുറിച്ചി ബാബ ഇന്ന് ദേവലോകത്ത് കാണുന്ന മലങ്കര സഭയുടെ ആസ്ഥാനമായ ദേവലോകത്ത് കാണുന്ന മനോഹരമായ ദേവാലയത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ പണം സ്വരൂപിച്ചത് നമ്മുടെയൊക്കെ വല്യമ്മച്ചിമാരുടെ പിടിയരി കൊണ്ടാണെന്ന് പറയുമ്പോൾ ഉപജീവനത്തിൻ്റെ അംശം മാറ്റിവെച്ച തലമുറകൾക്ക് സഭയുടെ അനുഭവങ്ങളെ പറഞ്ഞു കൊടുക്കുവാൻ, പകർന്നു കൊടുക്കുവാൻ പ്രതിജ്ഞാബദ്ധരായ പൂർവീക മാതാപിതാക്കന്മാരുടെ ചരിത്രം മലങ്കര സഭയ്ക്ക് പറയുവാനായിട്ടുണ്ട്. നമുക്കോ കഴിഞ്ഞകാല ജീവിതത്തിൽ നീണ്ട കുടുംബ പ്രാർത്ഥനകളുണ്ടായിരുന്നല്ലേ? തീർച്ചയായിട്ടും. ഇന്ന് കുടുംബ പ്രാർത്ഥനകൾ എത്ര വീട്ടിലുണ്ടെന്ന് ചോദിക്കണമെങ്കിൽ മനോഹരമായി കൊയർ പാട്ടൊക്കെ പാടി ഇവിടെ വന്ന് ഇന്ന് 3 പാട്ടുകൾ വളരെ മനോഹരമായി പാടി. കൊയറിലെ അംഗങ്ങളും മറ്റിവിടെയൊക്കെ ഉള്ള നിങ്ങളുടെ വീടുകളിൽ എത്രമാത്രം പ്രാർത്ഥന ഉണ്ടെന്ന് ചോദിക്കാൻ എൻ്റെ കൂടെ ഒരു പാട്ട് പാടിയാൽ മതി. 20 വയസ്സിൽ താഴെയുള്ളവരൊക്കെ ഒന്ന് ചേർന്ന് പാടിക്കുകയും അതിരാവിലെ തിരുസൻ, ആ പ്രായമുള്ളവർ പാടണ്ട, കൊച്ചു പിള്ളേർ 20 വയസ്സിൽ താഴെയുള്ളവരൊന്ന് പാടിക്കുകയും അതിരാവിലെ തിരുസൻ. കണ്ടല്ലോ അവസ്ഥ. ചിലവരുടെയൊക്കെ മുഖം പറയുന്നത്, എൻ്റെ അച്ഛ ഞങ്ങളുടെ ഈ സിയോൻ ഗീതത്തിൻ്റെ അതിൽ ഈ അതിരാവിലെ എന്നുള്ള പാട്ടില്ല, വേറെ പാട്ടാണ് ഉള്ളത്, എന്നാ പാടിക്കൂ. പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ, ബാക്കി പാട്. അപ്പം പ്രാർത്ഥന എത്രമാത്രം കുടുംബജീവിതത്തിലുണ്ട് എന്ന് മനസ്സിലായല്ലോ. ചാണകം മെഴുകിയ തറയിൽ നിന്നുകൊണ്ടൊരു കീറത്തുണി തലയിലിട്ട് വല്യമ്മച്ചനെ കൂട്ടുപിടിച്ച് അനന്തര തലമുറകൾക്ക് വേണ്ടി മുട്ടുമേൽ നിന്ന് പൊട്ടിക്കറിഞ്ഞ കഴിഞ്ഞ കാലം അനുഭവങ്ങൾ ക്രിസ്തീയ ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായിരുന്നു. നീണ്ട കുടുംബ പ്രാർത്ഥനകൾ നമുക്കുണ്ടായിരുന്നു കഴിഞ്ഞ കാലത്ത്. ഇന്നിവിടെ പല മറിയമാരും കടന്നു വന്നിട്ടുണ്ടല്ലോ. പലരുടെയും ഒക്കെ മാമോദീസ പേര് മറിയമാരെന്ന. ചില മറിയമാരുടെ പ്രാർത്ഥനകൾ എങ്ങനെയാണെന്നറിയാമോ? ആരാണ്ടെയൊക്കെ ബോധിപ്പിക്കാൻ രാവിലെ ഒന്നും പ്രാർത്ഥനയില്ല, വൈകിട്ട് കിടക്കുന്നതിന് മുമ്പേ കിടക്കയിലോട്ടിരുന്നിട്ട് മറിയമാർ പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ മറിയ, നീ എന്നെ അറിയുന്നല്ലോ, ഞാനും നിന്നെ അറിയുന്നു, ഞാനിതാ മറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കിടക്കയിലേക്ക് പല മറിയമാരും വീഴുന്നത് ചിന്തിച്ച് നോക്കണം. എവിടെ നമ്മുടെ പ്രാർത്ഥനകളുടെ അനുഭവങ്ങൾ എത്തി നടക്കുന്നു? വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ എണ്ണം ഇന്ന് എത്രമാത്രം നമ്മുടെ ദേവാലയത്തിൽ കുറയുന്നു. കൊറോണ അതിന് ചില കാരണങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ ഞായറാഴ്ചകളിലും മറ്റ് കൗതാശിക അനുഭവങ്ങളുടെ ദിവസമൊക്കെ നിങ്ങളുടെ മക്കളെയൊക്കെ ട്യൂഷൻ സെൻ്ററുകളിലേക്കും എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളിലേക്കും ഒക്കെ പറഞ്ഞയക്കുവാൻ ഒരു കൊറോണയും നമുക്കില്ലല്ലോ. ചിന്തിച്ച് നോക്കണം. ഇവിടെ ഞായറാഴ്ചകളിൽ വിശുദ്ധമായ ബലിക്ക് സംബന്ധിക്കാതെ നിങ്ങളുടെയൊക്കെ മക്കളെ ട്യൂഷൻ സെൻ്ററുകളിലേക്കും എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളിലേക്കും ഒക്കെ പറഞ്ഞയച്ചിട്ട് ഞായറാഴ്ചത്തെ വിശുദ്ധ ബലി ഞങ്ങൾ മാതാപിതാക്കന്മാരുടെ ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് കരുതി ഈ കൊടുവിള ദേവാലയത്തിൻ്റെ ഉള്ളറകളിൽ ഏതെങ്കിലും ഒരു ഞായറാഴ്ച വിശുദ്ധമായ കുർബാന കൈക്കൊള്ളുവാൻ ഈ ദേവാലയത്തിൻ്റെ ഉള്ളറകൾ ഇരുന്നിട്ടുള്ള മാതാപിതാക്കന്മാർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോഴെങ്കിൽ നിങ്ങൾക്ക് അയ്യോ കഷ്ടമെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഞായറാഴ്ചത്തെ ട്യൂഷൻ സെൻ്ററുകളുടെയും എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളുടെയും ഒക്കെ ക്രമത്തിനനുസരിച്ച് വൃദ്ധസദനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വല്ലാണ്ട് പെരുകുന്നുണ്ട് എന്നുള്ളത് എന്നെ ശ്രവിക്കുന്ന ഓരോ മാതാപിതാക്കന്മാരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. സഭയുടെ അനുഭവങ്ങൾ തലമുറകളിലേക്ക് കൊടുക്കുവാൻ പ്രതിജ്ഞാബദ്ധരായ മാതാപിതാക്കന്മാർ നമുക്കുണ്ടായിരുന്നു. ഇന്ന് എത്രമാത്രം ഈ ഉത്സാഹമൊക്കെ നമുക്കുണ്ട് എന്നുള്ളത് പ്രിയമുള്ളവരെ ചിന്തിച്ച് നോക്കണം. അപ്പോൾ ഈ മനുഷ്യനെ കൊണ്ടുപോകുന്ന എവിടേക്കാ? പരിശുദ്ധമായ സഭയുടെ അനുഭവത്തിലേക്കാ. അടുത്തതായി, പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. പിറ്റേന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് അവന് കൊടുത്തു എന്നുള്ളതാ. എന്താ മനസ്സിലാക്കണം, യഹൂദ പശ്ചാത്തലത്തിൽ 2 തരത്തിലുള്ള നാണയങ്ങളുണ്ട്. ഒന്ന് ദ്രഹ്മ നാണയങ്ങളുണ്ട്, പിന്നെ ഒന്ന് ഈ വേദഭാഗം പരിചയപ്പെടുത്തിയ വെള്ളി നാണയങ്ങളുണ്ട്. ഈ 2 നാണയങ്ങളാണ് യഹൂദ പശ്ചാത്തലത്തിലുള്ളത്. ദ്രഹ്മ നാണയങ്ങളെ പറ്റി നമുക്കറിയാം. എവിടെ അറിയാം? യേശു അമ്പുരാൻ തലവരിപ്പണം കൊടുക്കുവാൻ
മത്സ്യത്തിൻ്റെ വായിൽ നിന്നും ചതുർദ്രഹ്മ പണം എടുക്കുന്നത് നമുക്കറിയാം. ദ്രഹ്മ നാണയമാദം, ചതുർദ്രഹ്മ എന്ന് പറഞ്ഞാൽ ദ്രഹ്മ നാണയമാദം. അത് മാത്രമൊന്നുമല്ല, വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് ദ്രഹ്മപ്പണത്തെ പറ്റി. എന്താ? ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ നാണയങ്ങൾ ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, അതിലൊന്ന് കളഞ്ഞു പോകുമ്പോൾ അവൾ വിളക്ക് കത്തിച്ച് അടിച്ചു വാരി. 15-ാം അധ്യായം 8-ാം വാക്യം അല്ലേ? തീർച്ചയായിട്ടും 2 തരത്തിലുള്ള നാണയങ്ങളുണ്ട്. ഈ പശ്ചാത്തലത്തിൽ 2 തരത്തിലുള്ള നാണയങ്ങളുണ്ടെങ്കിലും, ദ്രഹ്മ നാണയങ്ങളും വെള്ളി നാണയങ്ങളുണ്ടെങ്കിലും, ദ്രഹ്മ നാണയത്തെക്കാളും അനേക മടങ്ങ് വിലയുള്ളതാണ് എന്തിന്? വെള്ളി നാണയത്തിന്. ഈ മനുഷ്യൻ, ശമരിയാക്കാരൻ വീണുപോയ മനുഷ്യനെ എവിടേക്ക് കൊടുത്തു? എവിടേക്കാ കൊടുത്തേ? സത്രമൊക്കെ പണ്ടത്തെ നമ്മുടെ വായന. ഇനിയും നമ്മൾ വായിക്കേണ്ടത് എങ്ങനെ? സഭയിലേക്ക് കൊടുത്തിട്ട് 2 വെള്ളിക്കാശ് കൊടുത്തു. സഭയ്ക്ക് 2 വെള്ളിക്കാശ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? വിലമതിക്കാനാവാത്ത വിലയുള്ള, മാമോദീസയിലൂടെ സഭയുടെ അനുഭവത്തിലേക്ക് അംഗമായി ഈ മനുഷ്യന് ലഭിച്ച വിലമതിക്കാനാവാത്ത വിലയുള്ള, മാലാഖമാർക്ക് പോലും ലഭിച്ചിട്ടില്ലാത്ത, വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും മാത്രം ലഭിച്ചിട്ടുള്ള വിലമതിക്കാനാവാത്ത മൂല്യമുള്ള വലിയ മൂല്യത്തിൻ്റെ അത്യുന്ന ഭാവം എന്താ? 2 വെള്ളിക്കാശ് എന്ന് പറയുമ്പോൾ എന്താ? എൻ്റെ കർത്താവിൻ്റെ ശരീരവും രക്തവും അനുഭവിക്കുവാനുള്ള ഇടമാ. 2 വെള്ളിക്കാശ് കൊടുത്തു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം, എന്ത് കൊടുത്തു? വിശുദ്ധമായ കുർബാനയുടെ അനുഭവം കൊടുത്തു എന്നുള്ളതാ. ആണോ? തീർച്ചയായിട്ടും കുർബാനയുടെ അനുഭവത്തിലേക്കാണ് ഈ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച ഇങ്ങനെ കൊണ്ടുപോകുന്നത്. എല്ലാ ഞായറാഴ്ചയും നിങ്ങളുടെ വികാരി സാംജിയച്ഛൻ്റെ അധരങ്ങളിലൂടെ വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കാറുണ്ടല്ലേ? യഥാർത്ഥ അനുതാപത്തോടു കൂടി തന്നെയാണോ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതെന്ന് നാം ചിന്തിച്ച് നോക്കണം. പുരോഹിതൻ്റെ അധരങ്ങളിലൂടെ നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ ചിന്തിക്കണം, ബാറബ്രായ ഹൂദായ കാനൂനിൽ കോറിയിടുന്നു, അനുതാപമില്ലാതെ വിശുദ്ധ കുർബാന അനുഭവിച്ചാൽ യജമാന്യത്തിന് നായ്ക്കുട്ടിക്ക് സമമെന്ന് തന്നെയാണ് ഹൂദായ കാനൂനിൽ കോറിയിടുന്നത്. നാം എത്രമാത്രം അനുതാപത്തോടു കൂടിയാണ് വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നത് ചിന്തിക്കണം. വെറ്റില ചവയ്ക്കുന്നവൻ്റെ അടുക്കൽ നിന്നാൽ വെറ്റിലയുടെ മണമുണ്ടല്ലേ? പുകവലിക്കുന്നവൻ്റെ അടുക്കൽ നിന്നാൽ പുകയിലയുടെ മണമുണ്ട്. മദ്യപിക്കുന്നവൻ്റെ അടുക്കൽ നിന്നാൽ മദ്യത്തിൻ്റെ മണമുണ്ട്. എന്തേ പ്രിയമുള്ളവരെ, ഓരോ ഞായറാഴ്ചയിലെയും വിശുദ്ധമായ കുർബാന അനുഭവം വഴിയായി എൻ്റെ തമ്പുരാനെ സ്വീകരിക്കുന്ന നമുക്ക് എന്തേ ക്രിസ്തുവിൻ്റെ ഗുണവും ക്രിസ്തുവിൻ്റെ രുചിയും മണവും മോചസ്സും തേജസ്സും കരുത്തും സൗന്ദര്യവും ദൃഢതയുമൊന്നുമില്ലാതെ പോകുന്നത് എന്തേ എന്നുള്ള ചിന്തിക്കണം. വിശുദ്ധമായ കുർബാന സ്വീകരിക്കുന്ന നമുക്ക് എന്തേ ക്രിസ്തുവിൻ്റെ വലിയ ഗുണമില്ലാതെ പോകുന്നു? വിശുദ്ധമായ കുർബാന സ്വീകരിക്കുന്ന നമ്മുടെ സാധ്യത പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള സാധ്യതയാണ്. അമ്മയോടൊപ്പമുള്ള സാധ്യത എന്ന് പറയുമ്പോൾ അമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത, അത് വേദശാസ്ത്രപരമായി യേശുദമ്പുരാന്റെ മനുഷ്യാവതാര പ്രക്രിയയിൽ അല്ലെങ്കിൽ രക്ഷാകര ചരിത്രത്തിൽ മാതാവിൻ്റെ വലിയ സ്ഥാനം 9 മാസം തൻ്റെ ഉദരത്തിൽ ക്രിസ്തുവിനെ വഹിച്ച് ദൈവപുത്രന് മനുഷ്യപുത്രനായി രൂപപ്പെടുത്തി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അദൃശ്യനായ ദൈവത്തെ ദൃശ്യലോകത്തിന് പരിചയപ്പെടുത്തുവാൻ 9 മാസം ഉദരത്തിൽ വഹിച്ചു എന്നുള്ളതാണ് രക്ഷാകര ചരിത്രത്തിൽ ദൈവമാതാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. അതുകൊണ്ടാണ് പരിശുദ്ധന്മാരുടെ രാജ്ഞി എന്ന് പൗരസ്ത്യ സഭ ദൈവമാതാവിനെ ബഹുമാനിക്കുവാൻ കാരണം ഇതുതന്നെയാണ് പ്രിയമുള്ളവരെ. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ സാധ്യത പോലെ നമുക്കും വലിയ സാധ്യതയുണ്ട്. വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന നമുക്ക് എന്താ? വിശുദ്ധ കുർബാന അനുഭവം വഴിയായി നമ്മുടെ ഉദരത്തിൽ ആരുണ്ട്? വിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തുവുണ്ട്. ക്രിസ്തുവിനെ ഉദരത്തിൽ ഏറ്റവൾ ആര്? പരിശുദ്ധ അമ്മ. പ്രിയമുള്ളവരെ ചിന്തിച്ചു നോക്കണം. ദൈവമാതാവിൻ്റെ വലിയ പ്രത്യേകതകൾ നമുക്കുണ്ടാവണം. ക്രിസ്തുവിനെ അനുഭവിച്ചത് വഴിയായി അല്ലെങ്കിൽ അതിൻ്റെ അനുഭവം വഴിയായി ക്രിസ്തുവിൻ്റെ ഗുണങ്ങൾ നമുക്ക് ഈ ലോക ജീവിതത്തിൽ സന്നിവേശിപ്പിക്കുവാനായിട്ട് സാധ്യമാവുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. അപ്പോൾ പരിശുദ്ധമായ കുർബാനയുടെ അനുഭവമാണ് ഈ മനുഷ്യന് കൊടുക്കുന്നത്. അവസാനം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. അതെ, ഈ വേദഭാഗം അവസാനിപ്പിക്കുകയാണ്. എനിക്ക്
അനുവദിച്ചിരിക്കുന്ന സമയം അവസാനിക്കുന്നു. വീണുപോയ മനുഷ്യനെ മാമോദീസയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നിട്ട്, കുംഭസാരത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് സഭയുടെ അംഗമാക്കി വിശുദ്ധമായ കുർബാന കൊടുത്ത് ഈ മനുഷ്യനോട് ഈ നല്ല ശമരിയാക്കാരൻ പറയുകയാണ്, എന്ത് അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം, ഞാൻ രണ്ടാമത് വരുമ്പോൾ തന്നുകൊള്ളാം. ഇനിയുമാണ് ഈ കഥയിലെ എൻ്റെ ചോദ്യം. ക്രിസ്തു പറഞ്ഞ മനോഹരമായ ഉപമയാണ് നല്ല ശമരിയാക്കാരൻ. ക്രിസ്തു പറഞ്ഞ നല്ല ശമരിയാക്കാരൻ്റെ കഥയിലൂടെ നല്ല ശമരിയാക്കാരൻ പറയുകയാണ്, ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം, ഞാൻ രണ്ടാമത് വരുമ്പോൾ തന്നുകൊള്ളാം. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ രണ്ടാമത് വരുമെന്ന് ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മനുഷ്യൻ മാത്രമേ പറഞ്ഞുള്ളൂ. ഒരു മനുഷ്യൻ മാത്രമേ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഞാൻ മടങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുള്ളൂ പ്രിയമുള്ളവർ. പക്ഷെ 2000 വർഷമായി അവൻ്റെ വരവ് താമസിക്കുവാൻ കാരണം എന്തെന്ന് നാം ചിന്തിക്കണം. എന്താ കാരണം? സുന്ദരമായ ഭൂമി നമുക്ക് തന്നു ദൈവം, അല്ലേ? നമ്മളതിനെ പ്ലോട്ടുകളാക്കി വിറ്റു. 44 നദികളും ശുദ്ധജല തടാകവും ഒക്കെ നമുക്ക് തന്നു. നമ്മുടെ സമീപദേശത്താണല്ലോ ശാസ്താംകോട്ടയൊക്കെ നമുക്ക്. പക്ഷെ നമ്മൾ ആ ശുദ്ധജലത്തെയും എന്ത് ചെയ്തു? കുപ്പിയിലാക്കി വിറ്റു. ശുദ്ധവായു നമുക്ക് ദൈവം തന്നു, നമ്മൾ അതിനെയും സിലിണ്ടറിലാക്കി വിറ്റു. തൻ്റെ ഏകജാതനായ പുത്രൻ തമ്പുരാനെ തന്നെ പിതാവായ ദൈവം നമുക്ക് തന്നു, നമ്മൾ അവനെയും ആ 30 വെള്ളിക്കാശിന് വിറ്റു. ഇനി ഒന്നും കൂടെ വിൽക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് രണ്ടാം വരവ് 2000 വർഷമായി താമസിക്കുന്നതിൻ്റെ കാരണം എന്താ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ കഥയിലൂടെ, നല്ല ശമരിയാക്കാരൻ്റെ കഥയിലൂടെ ഞാൻ മടങ്ങി വരും എന്ന് പറഞ്ഞ, രണ്ടാമത് ഞാൻ മടങ്ങി വരും എന്ന് പറഞ്ഞ ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ ആരാണ് പ്രിയമുള്ളവരെ? ഈ കഥയിലെ ക്രിസ്തു പറഞ്ഞ ഉപമയിലെ നല്ല ശമരിയാക്കാരൻ ആരാണെന്നുള്ള ഒരു പുതിയ കാഴ്ചകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എന്നുള്ളതാ. ആരാണ് ഈ നല്ല ശമരിയാക്കാരൻ? ക്രിസ്തുവാണ് ഈ നല്ല ശമരിയാക്കാരൻ. ക്രിസ്തു പറഞ്ഞ ഉപമയിലെ നല്ല ശമരിയാക്കാരൻ ക്രിസ്തു തന്നെ ആകുന്നതാണ് ഈ കഥയുടെ അത്ഭുതങ്ങളും ഈ കഥയുടെ ശുഭമായ കാഴ്ചകളും എന്നുള്ളതാ. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ പറ്റിയാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നാം അനുഭവിച്ചിരിക്കുന്ന ദൈവ സാന്നിധ്യങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കണം. കൗദാശിക അനുഭവങ്ങൾ സംബന്ധിക്കുമ്പോൾ, തിരുവചന പാരായണങ്ങൾ നാം വായിക്കുമ്പോൾ, പരിശുദ്ധ സഭയുടെ കൗദാശിക അനുഭവങ്ങളിലേക്ക് സഭ നമ്മെ മാടി വിളിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. ക്രിസ്തുവിനെ കാണുവാൻ, ദൈവ സാന്നിധ്യത്തെ കാണുവാനായിട്ട് സാധിക്കണം. ഈ നല്ല ശമരിയാക്കാരൻ്റെ കഥ നമ്മോട് സംവേദിക്കുവാൻ ശ്രമിച്ചതും അത് തന്നെയാണ്. നല്ല ശമരിയാക്കാരൻ ക്രിസ്തുവാകുന്ന ഈ കഥയുടെ അത്ഭുതങ്ങളെ കാണുവാൻ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് ആവേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു.